ചങ്ങായിമാറ ഇസ്രായേലിൽ നിന്ന് നമ്മളെ മറ്റേ സംഗിണി ചേച്ചി വന്നിട്ടുണ്ട്. ഏത് നമ്മളെ നെതന്യാഹുവിന്റെ വലങ്കയില്ലേ, ആ ചേച്ചി വീണ്ടും വന്നിട്ടുണ്ട്. ആളുകൾക്ക് മനസ്സിലായില്ല, നമ്മൾ ഇസ്രായേലും പലസ്തീനും നമ്മൾ യുദ്ധം നടക്കുമ്പോൾ ഇസ്രായേലിന്റെ ബങ്കറിൽ ഒളിച്ചിട്ട് വീരപദം മുഴക്കുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചി തന്നെ ഇപ്രാവശ്യം ചേച്ചി വന്നതുണ്ടല്ലോ ഇസ്രായേലിന് വേണ്ടിയിട്ടില്ല, തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട്. കേരളത്തിൽ BJPക്ക് വേണ്ടിയിട്ടാണ് സംഗിണി ചേച്ചി പുറത്തിറങ്ങിയിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടിയെന്ന് ചോദിച്ചപ്പോ സംഗിണി ചേച്ചി വിരിച്ച് കേരളം മൊത്തം BJPക്ക് കിട്ടിയെന്ന്. എന്നിട്ട് നമ്മൾ രാജീവ് ചന്ദ്രശേഖർ മറ്റന്നാള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതാണ് നമ്മളെ സംഗിണി ചേച്ചിന്റെ വിചാരം. സംഗിണിയല്ലേ, അതിൽ കൂടുതൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ട. നമുക്ക് സംഗിണി ചേച്ചി ഇസ്രായേലിലെ ബങ്കറിൽ നിന്ന് തള്ളുന്ന ആ മനോഹരമായ തള്ളു കേട്ടാലോ? വാ. ഹായ്, എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇസ്രയേലിലെ ജെറുസലേമിൽ നിന്ന് അഖിലയാണ്. കുറെ ആയല്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്ക് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് എനിക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ. എനിക്ക് അത്രയ്ക്ക് സന്തോഷം, എനിക്ക് തുള്ളിച്ചാടാൻ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ BJPയുടെ വിജയം നമുക്ക് ആഘോഷിച്ച് മതിയാവത്തുള്ളൂ കേട്ടോ. അധികം തുള്ളിച്ചാറണ്ട എന്റെ സംഗിണി ചേച്ചി ഒളിച്ചിരിക്കുന്ന ബങ്കർ ഉണ്ടല്ല, ആ ബങ്കർ പൊളിഞ്ഞ് ചേച്ചി താഴേക്ക് അങ്ങ് പോയേക്കും. അങ്ങനെ ആകുമ്പോഴല്ല ചേച്ചിക്ക് ഒളിച്ചിരുന്ന് വീഡിയോ ചെയ്യാൻ പറ്റൂല. അത് മാത്രല്ല, ആ ബങ്കർ എങ്ങാനും പൊട്ടിട്ട് ചേച്ചി താഴോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നേരെ എവിടെ എത്തുന്നറിയാം? പാതാളത്തിൽ. അവിടെ ആരാ ഉള്ളതെന്നറിയാം? നമ്മളെ ചേച്ചിന്റെ നെതന്യാവില്ലേ, ആ പാതാളത്തിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ആ പാതാളത്തിൽ ചേച്ചി എങ്ങാനും പോയി വീഴുമുണ്ടല്ല, നെതന്യാവ് വിചാരിക്കും പലസ്തീനെങ്ങാനും വിട്ട മിസൈല വന്നെന്ന് വെച്ചിട്ട് മൂപ്പറുടെ നെഞ്ചുപൊട്ടി ഇല്ലാണ്ടായി പോകും. മൂപ്പറുടെ നിങ്ങളെയും കാട്ടി പേടിച്ചു തൂറിയ. നിങ്ങൾ ബങ്കറിൽ ഇരുന്ന് തള്ളും, മൂപ്പർ ബങ്കറിന്റെയും താഹിൽ പാതാളത്തിൽ ഇരുന്ന് തള്ളും. രണ്ടും കണക്കാം. നമുക്ക് ചേച്ചിയുടെ അടുത്ത തള്ളു കേൾക്കാം. കാരണം ഒരു അഴിമതി രഹിത ഭരണം നമ്മൾ എപ്പോഴും സ്വപ്നം കാണുന്ന ഒന്നാണ്. അത് കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മുടെ മോദിജിയുടെ ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം സ്വന്തമായിട്ടൊരു വീടോ വാഹനവും ഇല്ലാത്ത ലോകത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ മോദിജി അല്ലേ. അപ്പം അദ്ദേഹം സ്വപ്നം കണ്ട ഒരു ഇന്ത്യ നമുക്കിപ്പം കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ലോക നേതാക്കളൊക്കെ ഇന്ത്യയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഭാരതം അദ്ദേഹത്തിന്റെ കയ്യിൽ അത്രയും സുരക്ഷിതമാണ്. ഭയങ്കര സുരക്ഷിതമാണ് ഭാരതം. പക്ഷേ ഉണ്ടല്ല, ഇലക്ഷൻ എടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പണിപാളും. പ്രത്യേകിച്ചിട്ടുണ്ടല്ല, BJP തോക്കാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇലക്ഷൻ എങ്കിൽ നല്ലോണം പണിപാളും. പിന്നെ ചേച്ചി അതിന്റെ ഇടയ്ക്ക് എന്ത് തള്ളാ തള്ളിയത്? മോദിജിക്ക് വീടില്ല, വസ്ത്രമില്ല, വാഹനമില്ല, എന്തെല്ലാം തള്ളാന്ന് ചേച്ചി. സാധാരണ ചേച്ചി ഈ തള്ളൊക്കെ തള്ളുന്നത് പാതാളത്തിൽ വെച്ചിരിക്കുന്ന ആ നെതന്യാവിന് വേണ്ടിയിട്ടാന്നല്ല. ഇതിപ്പോ ആദ്യമായിട്ടാന്നല്ല നമ്മൾ ജിക്ക് വേണ്ടി ഇമാതിരി തള്ളു തള്ളുന്നത്. ഇമാതിരി തള്ളലും നിങ്ങൾ തള്ളുമ്പോണ്ടല്ല ആൾക്കാരെന്ന് വിചാരിക്കും അറിയാം നമ്മളെ മൂത്തജി തെരുവിലാ കിടക്കുന്നതെന്ന്. ഭക്ഷണം കഴിക്കാനില്ലായിട്ട് പഴങ്കഞ്ഞി കുടിച്ചിട്ടാണ് നമ്മളെ ജീവിക്കുന്നതെന്ന് നിങ്ങളെ തള്ളു കേൾക്കുമ്പോ തോന്നുക. എന്റെ ജെറുസലേമിലെ സംഗീത ചേച്ചി നമ്മളെ ഉണ്ടല്ല, ഇന്ത്യയിൽ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. പരമാവധി വിദേശ രാജ്യങ്ങളിലാണ് നമ്മളെ എപ്പോഴുള്ളത്. എന്നിട്ട് ഈ വീഡിയോ ചെയ്യുന്ന ഇന്നുണ്ടല്ല, ജോർദാനിലേക്ക് പോയിട്ടുള്ളത് നമ്മളെ പണ്ട് സ്കൂളിൽ പഠിക്കാത്തതുകൊണ്ട് ടൂറിന് പോകാത്തതിന്റെ സങ്കടം ഉണ്ടല്ല, ഇപ്പൊ പ്രധാനമന്ത്രി ആയപ്പോഴാണ് തീർത്ത് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, മോദിജിക്ക് ഇല്ലാത്തൊരു സാധനം. അതെന്താണെന്നറിയാം? ഡിഗ്രി സർട്ടിഫിക്കറ്റ്. പക്ഷെ എന്താ ചെയ്യാ, അതിന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് വരെ നമ്മളെ സംഘില് ജിക്ക് ഉണ്ടാക്കി കൊടുത്ത്. അതുകൊണ്ട് അതും ഇല്ലാന്ന് ഇപ്പൊ പറയാൻ കഴിയില്ല. നമുക്ക് സംഘിയുടെ നെക്സ്റ്റ് തള്ളു കേൾക്കാം. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നമ്മുടെ ഇന്ത്യ ഇന്ന് ലോക നെറുകയിൽ നിൽക്കുന്ന ഒരു സമയത്ത് BJPയുടെ തദ്ദേശ സ്വയംഭരണത്തിലുള്ള ഈ ഒരു ഇലക്ഷൻ സമയത്ത് BJPയുടെ ഒരു വളർച്ച നമുക്ക് അത്രത്തോളം ആവേശം പകരുന്നതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാര്യം പറയുവാണെങ്കിൽ തിരുവനന്തപുരം അഡ്ഡപടല നമ്മളിങ്ങനെ എടുത്തില്ലേ. അപ്പോഴത്തേന് എനിക്കറിയില്ല ഇതെന്താ പറയണോ, അത്രയും സന്തോഷമുണ്ട്. അതിൽ എനിക്ക് വ്യക്തിപരമായിട്ട് ഏറ്റവും വലിയൊരു സന്തോഷം കിട്ടിയത് ശ്രീലേഖ മാമിന്റെ വിജയത്തിലാണ് കേട്ടോ. പറ്റിയ ആളുടെ പേരാ നീ പറഞ്ഞത്. ശ്രീലേഖ മാഡത്തിന്റെ ആരാധികയാണല്ലോ നീ. അതിലും നല്ലതുണ്ടല്ല, നീ ആ പാതാളത്തിൽ ഒളിച്ചിരിക്കുന്ന നെതന്യാവൂല്ലേ, അവന്റെ ആരാധിക എന്ന് പറഞ്ഞത് നല്ലത്. പിന്നെ ആ ബങ്കറിൽ ഈ കുട്ടീന്റെ കൂടെ ഒളിച്ചിരിക്കുന്നില്ലേ, വിവരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ. തിരുവനന്തപുരം കിട്ടിയെന്ന് പറഞ്ഞാല് കേരളം കിട്ടിയെന്നല്ലാന്ന് ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു കൊടുക്കും ഈ കുട്ടിയോട്. ഇതൊക്കെ ഉണ്ടല്ലോ ആ ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന നിനക്കെങ്ങനെയാ മനസ്സിലാവുക? നമുക്ക് ബങ്കർ സംഗിണി അടുത്തതായിട്ട് എന്താ തള്ളുന്ന കേട്ടിട്ട് വന്നാലോ? വാ. അപ്പം ഈ ശ്രീലേഖ മാമിന്റെ കാര്യമൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും ഒക്കെ ഒരുപാട് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന അവരൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ചിന്തിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ. നമുക്ക് തന്നെ അറിയാം അവർ സാമ്പത്തികപരമായിട്ടൊക്കെ അത്യാവശ്യം നല്ല സ്റ്റേബിൾ ആണ്. ഒരിക്കലും ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് കൈയിട്ട് വാരി കുടുംബം നന്നാക്കേണ്ട കാര്യം അവർക്കില്ല. അതുകൊണ്ട് അപ്പൊ പാവങ്ങളാണ് കൈയിട്ട് വാരുന്നതെന്നാണോ സംഗിണി ചേച്ചി പറയുന്നത്? ഇതാണ് ഈ ഉന്നത കുല സംഗിണികളുടെ കുഴപ്പം. ഇവരാരും കൈയിട്ട് വാരില്ല, ഉന്നത കുലക്കാർ ആരും കൈയിട്ട് വാരില്ല, പാവങ്ങൾ മാത്രമേ കൈയിട്ട് വാരൂ. ഈ ശ്രീലേഖ മാഡം ഉണ്ടല്ല, ക്ഷത്രിയ സ്ത്രീ ആയതുകൊണ്ട് അവര് കൈയിട്ട് വാരില്ല എന്നാണ് ഈ സംഗിണി പറയുന്നത്.
എന്റെ ജെറുസലേമിലുള്ള ഉന്നതകുല സംഗിണി ഈ കൈയിട്ടുവാരുന്നത് ഉണ്ടല്ലോ, ഉത്തരേന്ത്യയിൽ കൈയിട്ടുവാരുന്നത് വെച്ചും ഉന്നത കുലക്കാരായ സമ്പന്നരായ സംഘികൾ തന്നെയാണ്. എന്തിന് പാലം പണിക്ക് കോൺട്രാക്ട് എടുക്കുന്ന ആൾക്കാരെടുക്കുന്നവരെ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടല്ല സംഘികൾ കീശ നിറയ്ക്കുന്നു. എന്നിട്ടല്ല ഒരാഴ്ച കഴിയുമ്പോ ആ പാലം പൊളിഞ്ഞു വീഴേന്ന് എന്റെ സംഘിണിയെ. അതുപോലത്തെ ഒരു അവസ്ഥയുണ്ടല്ല നമ്മളെ പപ്പനാഭന്റെ മണ്ണായ തിരുവനന്തപുരത്തും കാണാൻ പോവുകയാണ്. പാലങ്ങൾ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയുണ്ടല്ല എനിക്ക് തിരുവനന്തപുരത്തും കാണാൻ പറ്റൂ. പിന്നെ ചേച്ചി പറഞ്ഞില്ല സമ്പന്നന്മാർക്ക് അക്കൂലാന്ന്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഉണ്ടല്ല, ചേച്ചിന്റെ ബങ്കറിന്റെ തായിൽ പാതാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരാളുണ്ട്. അയാൾ തന്നെയാണ് നെതന്യാഹു. അഴിമതി കേസിലുണ്ടല്ല വിചാരണ നേരിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ നെതന്യാഹു ഉണ്ടല്ല ഗസയിലേക്ക് ഇങ്ങനെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ആ പാതാളത്തിലിരിക്കുന്ന അഴിമതിക്കാരന്റെ തലേന്റെ മുകളിൽ നിന്നിട്ടാണ് ഈ സംഘിണി തള്ളുന്നത് സമ്പന്നന്മാർക്ക് അക്കൂലാന്ന്. കുറച്ചൊരു ഉളുപ്പ് വേണ്ട ഉന്നത കുല സംഘിണി. നമുക്ക് ഈ സംഘിണിയുടെ അവസാനത്തെ തള്ളും കൂടി കേട്ടിട്ട് വരാം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ BJP ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും നിന്നുകൊണ്ടുള്ളത്. നിങ്ങൾ ഈ പ്രാവശ്യത്തെ ഭാരതീയ ജനതാ പാർട്ടി നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ്സിനെ നോക്കിയാൽ മതി. അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്താൽ മതി. അവർക്ക് പൈസയോട് വലിയ ആക്രാന്തമോ അല്ലെങ്കിൽ അഴിമതി കാണിച്ചിട്ട് കുടുംബം നന്നാക്കാനുള്ള ആഗ്രഹമോ ഒന്നും ഇല്ല. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ പല ഉന്നത കുല സംഘടന പറഞ്ഞത് സത്യാണ് കേട്ടാ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉണ്ടല്ല, ഇപ്പൊ തിരുവനന്തപുരം മേയറായി നിൽക്കാൻ വേണ്ടി പോകുന്ന VV രാജേഷ് ഉണ്ടല്ല. VV രാജേഷ് അക്കാര്യത്തിൽ ബെസ്റ്റാണ്. ചെറിയ കാലഘട്ടം കൊണ്ടാണ് VV രാജേഷ് കോടിക്കണക്കിന് ഉറുപ്പി ഉണ്ടാക്കിയത്, ആരും അറിയാതെ. ഇത് വേറെ പാർട്ടിക്കാർ പറയുന്ന ആരോപണമല്ലാട്ടാ, നിന്റെ സംഖ്യകൾ തന്നെയാണ് ഈ ആരോപണം ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വേറൊരാള് എടുത്ത ലോണ് തിരിച്ചടക്കാതെ നമ്മുടെ ടോർച്ച് സുരേഷ്, അതും അടിപൊളിയാണ്. ആ ലോൺ അടക്കാത്തതിന്റെ പേരിൽ ഒരു പാവപ്പെട്ട BJP കൗൺസിലർ കുറച്ചു കാലം മുന്നെയാണ് ആത്മഹത്യ ചെയ്ത് കേട്ടാ സംഘിണി. പിന്നെ വേറൊരാള് കർണാടകയിൽ ഭൂമി കുംഭകോണം നടത്തിയ നമ്മുടെ ചന്ദ്രശേഖര മുതലാളി ബെസ്റ്റ്. പിന്നെ അതിലും മുടുമുടുക്കൻ ആരാന്നറിയാം, കള്ളപ്പണത്തിന്റെ പേരിൽ മൊത്തം പണം അടിച്ചു മാറ്റിയ നമ്മുടെ ഉള്ളി സുരേന്ദ്രൻ. എല്ലാം കണക്കാം. അതുകൊണ്ട് തന്നെ സംഘിണി ചേച്ചി അഴിമതിക്കാരുടെയും തട്ടിപ്പുകാരുടെയും ലിസ്റ്റ് എടുത്താണ്ടല്ല BJP-ക്കാർ ലിസ്റ്റ് ഞാൻ പറയാന്നുണ്ടല്ല ഒരു മാസം പറഞ്ഞാലും തീരൂല. അതുകൊണ്ട് ഞാൻ ഇനി അധികം പറയാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് എന്റെ ജെറുസലേമിലുള്ള സംഘിണി ചേച്ചി ഉണ്ടല്ല ആ ബങ്കറിൽ ഇരുന്നിട്ട് അധികം തുള്ളാൻ നിൽക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ബങ്കറെങ്ങാനും പൊളിച്ചിട്ടുണ്ടല്ല നേരെ താഴെ പാതാളത്തിലെത്തുക. ആ പാതാളത്തിൽ ചേച്ചിന്റെ എല്ലാമായ നെതന്യാഹു ഇരിക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ നെഞ്ചത്തെങ്ങാനും ചേച്ചി വീട്ടിട്ടുണ്ടെങ്കിലല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പലസ്തീൻ വിട്ട മിസൈലാന്ന് വെച്ചിട്ട് അറ്റാക്ക് വന്നിട്ട് അപ്പൊ തന്നെ നിങ്ങളുടെ വീര പരാക്രമിയായ നെതന്യാഹു തീർന്നു പോകും. അപ്പൊ ഇപ്പോഴും ബങ്കറിൽ ഒളിച്ചുകൊണ്ട് തന്നെ തള്ളുന്ന എന്റെ സംഘിണി ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.